നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ 54,000-ലധികം വീടുകൾക്ക് ഈ മാസം HMRCയുടെ 100 പൗണ്ട് പിഴ നേരിടേണ്ടി വരും. പിഴ കൊടുക്കേണ്ടി വരിക റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഉള്ള വീടുകൾക്ക്. സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് നികുതി കുടിശ്ശികയില്ല എങ്കിലും പിഴ ബാധകമാകും. ഏകദേശം 9% പേർ റിട്ടേൺ വൈകിപ്പിക്കുന്നതിനാൽ പിഴയുടെ പരിധിയിൽ വരുമെന്നും സർക്കാർ. പണപ്പെരുപ്പത്തിൽ ഞെരുങ്ങി UK. 5 മാസത്തിനു ശേഷം ആദ്യമായി പണപ്പെരുപ്പം 3.4%-ലെത്തി. പണപ്പെരുപ്പ വർധനയ്ക്ക് കാരണമായത് ക്രിസ്മസ് കാലയളവിൽ എയർ ഫെയറുകൾ ഉയർന്നതും സിഗരറ്റിന് ചുമത്തിയ ഉയർന്ന നികുതികളും. വിലക്കയറ്റം വരും മാസങ്ങളിൽ കുറയുകയാണെങ്കിൽ ഏപ്രിലിൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ സാമ്പത്തിക വിദഗ്ധർ. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള കടുത്ത നിലപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ദിശാമാറ്റവുമായി ഡൊണാൾഡ് ട്രംപ്. ചുവടുമാറ്റം ദാവോസിൽ എത്തിയതോടെ 500% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ബലപ്രയോഗ സൂചനകളും പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിനെ പുനഃപരിശോധനയ്ക്ക് നിർബന്ധിതനാക്കിയത് ദാവോസിലെ തിരക്കിനിടയിൽ നടന്ന നയതന്ത്ര ചർച്ചകളെന്ന് സൂചന. ന്യൂയോർക്ക് സർക്കാർ അവതരിപ്പിച്ച $260 ബില്യൺ ബജറ്റിനെതിരെ മേയർ സോഹ്റാൻ മംദാനി. സമ്പന്നരിൽ നിന്നും വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും കൂടുതൽ നികുതി ഈടാക്കേണ്ട സമയമായെന്ന നിലപാടിൽ മേയർ. യൂണിവേഴ്സൽ പ്രീ-കെ വിദ്യാഭ്യാസ പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും നഗരത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്നും മംദാനി. പ്രതിസന്ധിക്ക് കാരണം മുൻ മേയർ എറിക് ആംഡംസിന്റെ സാമ്പത്തിക ദുർവ്യവസ്ഥയാണെന്നും മേയർ മംദാനി. വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സുപ്രീം കോടതി. ഒരധികാരവും സ്വതന്ത്രമല്ല എന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി പരിശോധിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചാണോ കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിഷയം. വൈദ്യുതി നിരക്ക് കുത്തനെ കൂടാൻ വഴിയൊരുക്കുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് കൂട്ടിയില്ല എങ്കിലും വർഷം തോറും നിരക്ക് സ്വമേധയാ കൂടുന്ന സംവിധാനം വേണമെന്നും നിർദ്ദേശം. വൈദ്യുതി വാങ്ങൽ ചെലവ് കൂടുന്നതിനനുസരിച്ച് സർചാർജ് ചുമത്തുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മേൽ പുതിയ നയം അമിതഭാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കേസിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. മന്ത്രി പോറ്റിയുടെ വീട്ടിൽ പോയതിനും തെളിവുകൾ. പോറ്റിക്ക് ശബരിമലയിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകണമെന്ന് പറഞ്ഞത് A. പത്മകുമാർ എന്ന് ദേവസ്വം ജീവനക്കാർ. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. മകൻ വിയാനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനെന്ന് ശരണ്യ. ആൺ സുഹൃത്ത് നിതിനെ തെളിവുകളുടെ അഭാവം മൂലം കോടതി വെറുതെ വിട്ടു. വാർത്തകൾ വിശദമായി. 54,000-ലധികം വീടുകൾക്ക് ഈ ജനുവരിയിൽ HMRCയുടെ 100 പൗണ്ട് പിഴ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. റൂഫ് ടോപ്പ് സോളാർ പാനലുകളുള്ള വീടുകൾക്കാണ് പിഴ കൊടുക്കേണ്ടി വരിക. ഉപയോഗിക്കാത്ത വൈദ്യുതി നാഷണൽ ഗ്രിഡിലേക്ക് വിറ്റ് ലഭിക്കുന്ന വരുമാനം പലരും നികുതി യോഗ്യമാണെന്ന് അറിയാതെ പോകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ജനുവരി 31-നകം സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് നികുതി കുടിശ്ശികയില്ല എങ്കിലും പിഴ ബാധകമാകും. സ്മാർട്ട് എക്സ്പോർട്ട് ഗ്യാരണ്ടി പദ്ധതിയിലൂടെ സോളാർ പാനൽ ഉടമകൾക്ക് വർഷം ശരാശരി 300 പൗണ്ട് വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. 2021 റെക്കോർഡ് ഇൻസ്റ്റലേഷനുകൾ നടന്നതോടെ യുകെയിൽ ഇപ്പോൾ ഏകദേശം 16 ലക്ഷം വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വരുമാനം ഫ്രീലാൻസ് ജോലി, ചെറിയ ബിസിനസ് മുതലായ മറ്റ് വരുമാനങ്ങളുമായി ചേർന്നാൽ HMRCയുടെ 1000 ടാക്സ് ഫ്രീ ട്രേഡിംഗ് അലവൻസ് കടക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഏകദേശം 6 ലക്ഷം സോളാർ ഉടമകൾക്ക് ഇത് ബാധകമാകുമെന്നാണ് വിവരം. 1000 പൗണ്ട് പരിധി കടന്നാൽ സെൽഫ് അസസ്മെന്റിന് രജിസ്റ്റർ ചെയ്ത് വരുമാനം പ്രഖ്യാപിക്കുക നിയമപരമായ ബാധ്യതയാണ്. ഓരോ വർഷവും ഏകദേശം 9% പേർ റിട്ടേൺ വൈകിപ്പിക്കുന്നതിനാൽ പിഴയുടെ പരിധിയിൽ വരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെലവുകളും കുടുംബ ബജറ്റുകളും സമ്മർദ്ദത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ SEG വരുമാനത്തിന്റെ 1/3 വരെ 100 പൗണ്ട് പിഴയായി പോകാൻ ഇടയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിനാൽ 2024 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെ ലഭിച്ച അധിക വരുമാനം പരിശോധിച്ച് എനർജി സപ്ലയർ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച് സമയത്തിനകം റിട്ടേൺ സമർപ്പിക്കണമെന്ന് HMRCയും നികുതി വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. യുകെയിൽ പണപ്പെരുപ്പം 5 മാസത്തിനു ശേഷം ആദ്യമായി ഉയർന്ന് ഡിസംബറിൽ 3.4%-ലെത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നവംബറിലെ 3.2%-ൽ നിന്നാണ് പണപ്പെരുപ്പം വർദ്ധിച്ചത്. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ 3.3% വർധനവ് മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ.
ക്രിസ്മസ് കാലയളവിൽ എയർ ഫെയറുകൾ ഉയർന്നതും സിഗരറ്റിന് ചുമത്തിയ ഉയർന്ന നികുതികളും പണപ്പെരുപ്പ വർധനയ്ക്ക് കാരണമായി. ഭക്ഷ്യവിലകളിൽ പ്രത്യേകിച്ച് ബ്രെഡ്, ധാന്യങ്ങൾ തുടങ്ങിയവയുടെ വില ഉയർന്നതും സ്വാധീനിച്ചു. ഈ വർധനവിനെ തുടർന്ന് ഫെബ്രുവരിയിൽ നടക്കുന്ന യോഗത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി പലിശ നിരക്ക് 3.75% തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടും. എന്നിരുന്നാലും വിലക്കയറ്റം വരും മാസങ്ങളിൽ കുറയുകയാണെങ്കിൽ ഏപ്രിലിൽ പലിശ നിരക്ക് കുറയുമെന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും പ്രതീക്ഷിക്കുന്നത്. ഡിസംബറിൽ സർവീസ് മേഖലയിൽ പണപ്പെരുപ്പം ഉയർന്നെങ്കിലും അത് ആഭ്യന്തര വില സമ്മർദ്ദങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നും വർധന വേഗം കുറയുന്നതിനാൽ വരും മാസങ്ങളിൽ അവസ്ഥ മെച്ചപ്പെടുമെന്നും KMGയുടെ യുകെയുടെ ചീഫ് എക്കണോമിസ്റ്റ് എമേൽ സെൽഫിൻ പറഞ്ഞു. അതേസമയം ജീവിത ചെലവ് കുറയ്ക്കുന്നത് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമാണെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് വ്യക്തമാക്കി. 2026 ബ്രിട്ടന് വഴിത്തിരിവാകുന്ന വർഷമാകുമെന്നായിരുന്നു അവരുടെ പ്രതികരണം. എനർജി ബില്ലുകളിൽ 150 പൗണ്ട് ഇളവും 30 വർഷത്തിന് ശേഷം ആദ്യമായി റെയിൽവേ നിരക്കുകൾ മരവിപ്പിക്കൽ, പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ 2ാമത്തെ വർഷവും കൂട്ടാതിരിക്കുക, മിനിമം വേതനം ഉയർത്തി തുടങ്ങിയ നടപടികൾ അവർ ചൂണ്ടിക്കാട്ടി. ഡിസംബറിലെ വർധനവുണ്ടായിട്ടും 2026 മൊത്തത്തിൽ പണപ്പെരുപ്പം താഴേക്ക് പോകുമെന്നും ഈ വർഷം മധ്യത്തോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്ന 2% സമീപം എത്തുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. യുകെയിൽ ഡ്രൈവിംഗ് തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ വളഞ്ഞ വഴിയിലൂടെ പാസ്സാകാനുള്ള ശ്രമങ്ങൾ കുത്തനെ വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഡ്രൈവിംഗ് ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബർ അവസാനിച്ച ഒരു വർഷത്തിനിടെ ഇത്തരം 2844 കേസുകളാണ് പിടിക്കപ്പെട്ടത്. മുൻ വർഷത്തേക്കാൾ 47% വർധനവാണ് ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുള്ള തിയറി ടെസ്റ്റ് എഴുതിയ 1113 കേസുകളും മറ്റൊരാളെ പകരം വെച്ച് പരീക്ഷ എഴുതുന്ന 1084 സംഭവങ്ങളുമാണ് തിരിച്ചറിഞ്ഞത്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് 96 പേരെ നിയമ നടപടികൾക്ക് വിധേയരാക്കിയതായാണ് പുറത്തുവരുന്ന കണക്കുകൾ കാണിക്കുന്നത്. ചിലർക്ക് തടവ് ശിക്ഷ വരെ ലഭിച്ചു. പരീക്ഷ പാസ്സാകാൻ വ്യാജ സ്ഥാനാർത്ഥികൾക്ക് 2000 പൗണ്ട് വരെ നൽകുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തുവന്നു. ഡ്രൈവിംഗ് പരീക്ഷ വളഞ്ഞ വഴിയിലൂടെ പാസ്സാകുന്നവർ റോഡ് സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ആസ്ട്രൽ സർവകലാശാലയിലെ ഗവേഷക വിഭാഗം മേധാവി ഡോക്ടർ റാഷ കസം മുന്നറിയിപ്പ് നൽകി. ഇത്തരക്കാർ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുമെന്നും അവർ പറഞ്ഞു. ഡ്രൈവിംഗ് പരീക്ഷയ്ക്കുള്ള ദീർഘമായ കാത്തിരിപ്പ് കാലമാണ് തട്ടിപ്പുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് പരിശീലക സംഘടനകളും വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. പരീക്ഷാ ബാക്ക്ലോഗ് 2027 നവംബർ വരെ നീളുമെന്നാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് സൈനിക ഡ്രൈവിംഗ് എക്സാമിനർമാരെ നിയോഗിക്കുക, ബോട്ടുകൾ വഴി സ്ലോട്ടുകൾ പിടിക്കുന്ന വെബ്സൈറ്റുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് പരീക്ഷയിലെ തട്ടിപ്പ് കർശനമായി തടയുമെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്നും DVSA വ്യക്തമാക്കി. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കാർ വിൽപ്പനയ്ക്കെന്ന പരസ്യം വിശ്വസിച്ച് ഇടപാട് നടത്തിയ മലയാളിക്ക് യുകെയിൽ പണം നഷ്ടമായി. ഏകദേശം 2000 പൗണ്ട് വിലയുള്ള കാർ എന്ന പേരിൽ റോദർഹാംസിലെ ഒരു ഗാരേജിൽ നിന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട വ്യക്തി മുൻകൂറായി പണം ആവശ്യപ്പെടുകയായിരുന്നു. പണം അടച്ചതോടെ ഇൻവോയ്സ് ലഭിച്ചെങ്കിലും പറഞ്ഞ ദിവസം കാർ കൈമാറിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗാരേജിന്റെ പേരിൽ മറ്റൊരാൾ നടത്തിയ തട്ടിപ്പാണെന്ന് വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ റോദർഹാമിലെ ഇത്തരത്തിലൊരു കാർ ഗാരേജ് തന്നെ ഇല്ല എന്ന വിവരമാണ് ലഭിച്ചത്. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന കാർ വിൽപ്പന ഇടപാടുകളിൽ തട്ടിപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യകതയിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നത്. വ്യാജ ഇൻവോയ്സ് നൽകി മുൻകൂർ പണം ആവശ്യപ്പെടുന്നതാണ് ഇത്തരം തട്ടിപ്പുകളുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാൻ കാർ വാങ്ങുന്നതിന് മുൻപ് നേരിട്ട് വാഹനം കാണുക, ഗാരേജ് യഥാർത്ഥമാണോ എന്ന് ഗൂഗിൾ മാപ്സ്, കമ്പനീസ് ഹൗസ് രജിസ്ട്രേഷൻ എന്നിവ വഴി പരിശോധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. മുൻകൂർ പണം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങൾ തട്ടിപ്പിന്റെ സാധ്യതകൾ ാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് വിശ്വസനീയമായ രേഖകൾ പരിശോധിക്കുകയും വേണം. സംശയകരമായ ഇടപാടുകൾ കണ്ടാൽ ഉടൻ പരാതി നൽകണമെന്നും അധികൃതർ അറിയിച്ചു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്ന ഓൺലൈൻ വാങ്ങലുകളിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നതായി യുകെയിലെ TSB ബാങ്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 നവംബറിൽ നടത്തിയ അന്വേഷണത്തിൽ പരിശോധിച്ച പരസ്യങ്ങളിൽ 34% വ്യാജമാണെന്ന് TSB കണ്ടെത്തി. കാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലാണ് കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്. മുൻകൂർ പണം ആവശ്യപ്പെടൽ, നേരിട്ട് സാധനം കാണാൻ അനുവദിക്കാതിരിക്കൽ, വ്യാജ വെബ്സൈറ്റുകളിലേക്ക് പേയ്മെന്റിന് വഴിതിരിപ്പിക്കൽ തുടങ്ങിയതാണ് പ്രധാന തന്ത്രങ്ങൾ. 2023 മാത്രം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ യുകെയിൽ ഏകദേശം 60 മില്യൺ പൗണ്ടാണ് പലർക്കായി നഷ്ടമായത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പ് പരസ്യങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിമാന കമ്പനികൾ പവർ ബാങ്ക് നിരോധനവുമായി എത്തുകയാണ് ഇപ്പോൾ. വിമാനയാത്രയിൽ പവർ ബാങ്ക് നിരോധിക്കുന്ന ആദ്യ യൂറോപ്യൻ വിമാന കമ്പനിയായി മാറിയിരിക്കുകയാണ് ലുഫ്താൻസ. നേരത്തെ ഈ ജർമ്മൻ വിമാന കമ്പനി വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗിക്കാൻ യാത്രക്കാരെ അനുവദിച്ചിരുന്നു. എന്നാൽ ഒരു നിര അപകടങ്ങളോ അപകട സമാനമായ സാഹചര്യങ്ങളോ ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ പവർ ബാങ്ക് വിമാനങ്ങളിൽ നിരോധിച്ചിരിക്കുന്നത്. നിരവധി വിമാനങ്ങളിൽ പവർ ബാങ്ക് വ്യത്യസ്ത പ്രശ്നങ്ങൾക്കിടയാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം അമിതമായി ചൂടായ ഒരു പവർ ബാങ്കിൽ നിന്നും എയർ ചൈനയുടെ A312 വിമാനത്തിൽ അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യസമയത്ത് അത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയൊരു അപകടം ഒഴിവാവുകയായിരുന്നു. സാവോ പോളോയിൽ നിന്നും ആംസ്റ്റർഡാമിലേക്ക് പറക്കുകയായിരുന്ന ഒരു KLM വിമാനത്തിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ സമാനമായ സംഭവം ഉണ്ടായി. ലുഫ്താൻസയുടെ പുതിയ നിയമം അനുസരിച്ച് യാത്രക്കാർക്ക് പവർ ബാങ്ക് അവരുടെ ക്യാബിൽ ലഗേജിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ വിമാനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് ഡിവൈസുകൾ ചാർജ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. ചെക്ക്ഡ് ലഗേജിൽ പവർ ബാങ്ക് കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
ആകാശച്ചുഴിയിൽ വിമാനം വീണതിനെ തുടർന്നുണ്ടായ കുലുക്കത്തിൽ പരിക്കേറ്റ എയർ ഹോസ്റ്റസ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് എയർവേസിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. പൈലറ്റിന്റെ അശ്രദ്ധയായിരുന്നു സംഭവം ഉണ്ടാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 72,500 പൗണ്ട് നഷ്ടപരിഹാരത്തിനായി അവർ അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. 2019 ജൂണിൽ മുംബൈയിലേക്ക് പോയ ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിങ് 777 വിമാനത്തിലായിരുന്നു സംഭവം നടന്നത്. അപകടത്തെ തുടർന്ന് കടുത്ത വേദന അനുഭവിക്കേണ്ടി വന്നതായി ഇപ്പോൾ 56 വയസ്സുള്ള ലോര ലാനിഗാൻ പരാതിയിൽ പറയുന്നു. സാറെ റിച്ച്മോണ്ടിലുള്ള ഈ മുൻ എയർ ഹോസ്റ്റസ് വിമാനം ലാൻഡിംഗിന് തയ്യാറെടുക്കുമ്പോൾ ഗ്യാലറിയിലായിരുന്നു. പെട്ടെന്നുണ്ടായ കുലുക്കത്തിൽ ഇവർ ഉയർന്നു പൊങ്ങുകയും താഴെ വീഴുകയുമായിരുന്നു. ആ വീഴ്ചയിൽ ഇവരുടെ കാൽമുട്ട് തകരുകയും തോളിൽ സ്ഥാനം തെറ്റുകയും ചെയ്തു. അതിനോടൊപ്പം പാനീയങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കേസ് ഇവരുടെ മേൽ വീഴുകയും ചെയ്തു. 30 വർഷക്കാലത്തോളം ബ്രിട്ടീഷ് എയർവേസിൽ പ്രവർത്തിച്ച എയർ ഹോസ്റ്റസ് ആണിവർ. പൈലറ്റിന്റെ അശ്രദ്ധയായിരുന്നു അപകടത്തിന് കാരണമെന്ന് ഇവർ ആരോപിക്കുന്നു. എന്നാൽ ഇവർ അവകാശപ്പെടുന്നത് പോലെ സംഭവ സമയത്ത് കൊടുങ്കാറ്റുണ്ടായി എന്നതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് കമ്പനി അഭിഭാഷകർ വാദിക്കുന്നത്. കേസിൽ വിചാരണ തുടരുകയാണ്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള കടുത്ത നിലപാടുകളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദാവോസിലെത്തിയതോടെ അപ്രതീക്ഷിതമായ ഒരു ദിശാമാറ്റമാണ് നടത്തിയത്. 500% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ബലപ്രയോഗ സൂചനകളും പിൻവലിച്ച് നേറ്റോയുമായി ചേർന്ന് ഒരു ചട്ടക്കൂട് കരാർ മുന്നോട്ട് വെച്ചത് ട്രംപിന്റെ വിദേശ നയത്തിൽ ഒരു തന്ത്രപരമായ മാറ്റമായാണ് കാണപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ട്രംപ് സ്വീകരിച്ച സമീപനം അമേരിക്കൻ താൽപര്യം മുന്നിൽ നിർത്തിയുള്ള കടുത്ത ശക്തി പ്രകടനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കൽ എന്ന ആശയം വെറും സാമ്പത്തികമോ ഭൂമിശാസ്ത്രമോ ആയ വിഷയമല്ല. അത് നേറ്റോയുടെ ഐക്യരാഷ്ട്രത്തിന്റെയും ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതായിരുന്നു. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുമിച്ച് പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത്. ദാവോസിലെ തിരക്കിനിടയിൽ നടന്ന നയതന്ത്ര ചർച്ചകളാണ് ട്രംപിനെ പുനഃപരിശോധനയ്ക്ക് നിർബന്ധിതനാക്കിയത്. നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവതരിപ്പിച്ച ഫ്രെയിംവർക്ക് കരാർ ഏറ്റെടുക്കലിന്റെ ഭാഷയിൽ നിന്ന് സഹകരണത്തിന്റെ ഭാഷയിലേക്കുള്ള മാറിപ്പോക്കാണ്. തീരുവ ഭീഷണി പിൻവലിച്ചതും പ്രയോഗം ഒഴിവാക്കിയതും ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. ഈ കരാറിന്റെ ആഴത്തിലുള്ള ലക്ഷ്യം ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്തുകളിലേക്കുള്ള നിയന്ത്രണമാണ് എന്നത് വ്യക്തമാണ്. അപൂർവ ഭൂമി ധാതുക്കളുടെ വലിയ ശേഖരം ഗ്രീൻലാൻഡിലുണ്ടെന്ന വിലയിരുത്തൽ ചൈനയുമായുള്ള തന്ത്രപരമായ മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ കൂടുതൽ ജാഗ്രതയുള്ളതാക്കുന്നത്. ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ഗ്രീൻലാൻഡിനെ ബന്ധിപ്പിക്കുന്ന ട്രംപിന്റെ പരാമർശവും ആർട്ടിക് മേഖലയെ അമേരിക്കൻ സുരക്ഷാ ചിന്തയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അതേസമയം ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അമേരിക്കയ്ക്ക് നിയന്ത്രണം എന്ന ചർച്ചകൾ പുറത്തുവരുന്നത് എന്നേക്കുമായി എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നിലെ രാഷ്ട്രീയ സങ്കീർണത തുറന്നുകാട്ടുന്നു. മുഴുവൻ ദ്വീപിനുമേൽ അധികാരം എന്ന ആശയം ഉപേക്ഷിച്ച് തന്ത്രപ്രധാന മേഖലകളിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് ഇതിൽ നിന്ന് വായിക്കാം. ഡെൻമാർക്കിന്റെ ആശ്വാസ പ്രതികരണം ഈ വഴിത്തിരിവിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ബലപ്രയോഗവും വ്യാപാര യുദ്ധവും ഒഴിവാക്കിയതോടെ സംഘർഷത്തിലേക്കുള്ള നീക്കം താൽക്കാലികമായെങ്കിലും തടയാൻ സാധിച്ചു. എന്നാൽ ഇത് സ്ഥിരമായ പരിഹാരമാണോ അല്ലെങ്കിൽ ട്രംപിന്റെ പതിവ് ചർച്ചാതന്ത്രത്തിലെ മറ്റൊരു ഘട്ടമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് സ്വീകരിച്ച യു-ടേൺ ശക്തിപ്രയോഗത്തിന്റെ പരിധികളും നയതന്ത്രത്തിന്റെ അനിവാര്യതയും ഒരേ സമയം ഓർമ്മിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോൾ ഡീൽ മേക്കർ എന്ന തന്റെ പ്രതിച്ഛായ സംരക്ഷിച്ചുകൊണ്ട് പിന്മാറുക എന്നതാണ് ട്രംപ് തിരഞ്ഞെടുത്ത വഴി. ഇത് ട്രംപിന്റെ വിദേശ നയത്തിന്റെ മുഖ്യ സ്വഭാവം തന്നെ. ഭീഷണിയിലൂടെ ചർച്ച തുറക്കുക, കരാറിലൂടെ അതിൽ നിന്ന് പിന്മാറുക. ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിനെ പുറത്താക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതില്ല എന്നും ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രതയും സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. മോർട്ട്ഗേജ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് ലിസ കുക്കിനെ ട്രംപ് പുറത്താക്കിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്ക് ന്യായമായ വാദാവകാശം നൽകിയില്ല എന്നും കോടതിയെ അറിയിച്ചു. ട്രംപ് നിയമിച്ച കൺസർവേറ്റീവ് ജഡ്ജിയായ ബ്രെറ്റ് കാവനോ ഉൾപ്പെടെയുള്ള ജസ്റ്റിസുമാർ പോലും കുക്കിന്റെ വാദങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. കൂടുതൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ എന്താണ് ഭയമെന്നാണ് കാവനോ ചോദിച്ചത്. പ്രസിഡന്റിന് പരിമിതിയില്ലാത്ത അധികാരം നൽകുന്ന വ്യാഖ്യാനം ഫെഡിന്റെ സ്വതന്ത്രത തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിയമപ്രകാരം ഫെഡറൽ റിസർവ് ഗവർണറെ യോഗ്യമായ കാരണമുണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കാൻ കഴിയൂ. ഈ വ്യവസ്ഥ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് കേന്ദ്ര ബാങ്കിനെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കുക്ക് ഒരേ സമയം 2 പ്രധാന വസതികളായി മോർട്ട്ഗേജ് രേഖകളിൽ രേഖപ്പെടുത്തിയെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. എന്നാൽ ഇത് ഭാഗികവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണമാണെന്നും ക്രിമിനൽ കുറ്റമോ വഞ്ചനയോ അല്ല എന്നും കുക്കിന്റെ അഭിഭാഷകർ വ്യക്തമാക്കി. കേസിന്റെ അന്തിമവിധി വരുന്നതുവരെ കുക്കിനെ പുറത്താക്കരുതെന്ന് കീഴ്ക്കോടതികൾ നൽകിയ ഉത്തരവ് തുടരണമെന്ന് സുപ്രീം കോടതി സൂചന നൽകി. ഫെഡിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തിന് ഈ കേസ് നിർണായകമാണ് എന്ന് ജസ്റ്റിസുമാർ നിരീക്ഷിച്ചു. ന്യൂയോർക്ക് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച $260 ബില്യൺ ബജറ്റിനെതിരെ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി തുറന്ന വിമർശനവുമായി രംഗത്തെത്തി. സമ്പന്നരിൽ നിന്നും വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും കൂടുതൽ നികുതി ഈടാക്കേണ്ട സമയമായെന്നാണ് മേയറുടെ നിലപാട്. ബജറ്റ് അവതരിപ്പിച്ചതിന് ഒരു ദിവസം കഴിഞ്ഞ് മാൻഹട്ടനിലെ വിറ്റ്നി മ്യൂസിയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മംദാനി. ന്യൂയോർക്കിലെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന സ്ഥാപനങ്ങളും ഏറ്റവും സമ്പന്നരുമാണ് അവരുടെ നീതിയുള്ള പങ്ക് നൽകേണ്ടത്. അതിന് ശക്തമായ വാദമാണ് ഞങ്ങളുടെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവർണർ കാത്തി ഹോക്കൽ അവതരിപ്പിച്ച ബജറ്റിൽ വരുമാന നികുതി വർധനയില്ല. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റുകളിൽ ഒന്നായ ഇതിൽ യൂണിവേഴ്സൽ പ്രീ കെ വിദ്യാഭ്യാസ പദ്ധതി വിപുലീകരിച്ചതുൾപ്പെടെ നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എന്നിരുന്നാലും ഇത് നഗരത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല എന്നാണ് മംതാനിയുടെ വിമർശനം. ന്യൂയോർക്ക് സിറ്റി സംസ്ഥാനത്തിന് നൽകുന്ന നികുതി വരുമാനവും തിരിച്ചു ലഭിക്കുന്ന വിഹിതവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടിയ മേയർ, സംസ്ഥാന നികുതി വരുമാനത്തിന്റെ 54.5% നഗരം നൽകുമ്പോൾ തിരികെ ലഭിക്കുന്നത് 40.5% മാത്രമാണ് എന്ന് പറഞ്ഞു. നഗരത്തിൽ നികുതി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമാണ്. അടുത്ത 2 സാമ്പത്തിക വർഷങ്ങളിലായി $12.6 ബില്യൺ ബജറ്റ് കമ്മി നഗരത്തെ കാത്തിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രതിസന്ധിക്ക് മുൻ മേയർ എറിക് ആഡംസിന്റെ സാമ്പത്തിക ദുർവ്യവസ്ഥയാണ് മംതാനി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ശക്തമാണ്, എന്നാൽ നഗരത്തിലെ പ്രതിസന്ധി മുൻ ഭരണകൂടത്തിന്റെ തെറ്റായ തീരുമാനങ്ങളുടെ ഫലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവർണർ ഹോക്കൽ നികുതി വർധന പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിലും അതിനെ അവസാന വഴി എന്ന നിലയിൽ മാത്രമാണ് കാണുന്നതെന്ന് ബജറ്റ് ഡയറക്ടർ ബേക്ക് വാഷിംഗ്ടൺ വ്യക്തമാക്കി. അതിനിടയിൽ സംസ്ഥാന കംട്രോളർ മാർക്ക് ലെവിൻ നഗരത്തിന്റെ നികുതി വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം 7% വർദ്ധിച്ചതായി അറിയിച്ചു. ഇത് സാമ്പത്തിക മാന്ദ്യം മൂലമുണ്ടായ പ്രതിസന്ധിയല്ല, മുൻ ഭരണകൂടത്തിന്റെ ബജറ്റ് തീരുമാനങ്ങളാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവർണർ ഹോക്കലിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് മേയറുടെ നിലപാട്. ഈ തർക്കം ന്യൂയോർക്ക് സംസ്ഥാന നഗര ബന്ധങ്ങളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.96 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.58 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.04 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.25 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സുപ്രീം കോടതി. ഒരു അധികാരവും സ്വതന്ത്രമല്ല എന്നും SIR കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തങ്ങളുടെ അധികാരത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചപ്പോഴാണ് പരാമർശമുണ്ടായത്. വ്യാഴാഴ്ചയും വാദം തുടരും. ജനപ്രാതിനിധ്യ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചാണോ കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിഷയമാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. വോട്ടർ പട്ടികയുടെ സ്ഥിരവും കൃത്യവുമായ ഇടവേളകൾ ഉള്ളതുമായ പരിഷ്കരണത്തിന് പുറമെ ഏത് സമയത്തും പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്താൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ 21ാം വകുപ്പിന്റെ 3ാം ഉപവകുപ്പ് തങ്ങൾക്ക് അധികാരം നൽകുന്നതായി കമ്മീഷൻ വാദിച്ചു. പൗരാവകാശത്തെ ബാധിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിലെ 21ാം വകുപ്പിന്റെ 2ാം ഉപവകുപ്പ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചുകൂടെന്ന് കോടതി ചോദിച്ചു. കമ്മീഷൻ പ്രത്യേക കാരണങ്ങൾ എഴുതി അറിയിക്കാത്ത പക്ഷം ഓരോ തിരഞ്ഞെടുപ്പിന് മുൻപും വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്ന് 2ാം ഉപവകുപ്പിൽ പറയുന്നു. ഒരു യോഗ്യതാ തീയതി നിശ്ചയിച്ച് ഏത് വർഷവും പരിഷ്കരണം നടത്താം. ഈ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടില്ല എങ്കിൽ നിലവിലെ പട്ടിക തുടരുന്നതിനെ അത് ബാധിക്കരുതെന്നും 2ാം ഉപവകുപ്പിൽ പറയുന്നു. 2ഉം 3ഉം ഉപവകുപ്പുകൾ ഒരേ സമയം ചേർന്ന് പോകുന്നില്ല എന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് കമ്മീഷന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി പറഞ്ഞു. ചട്ടത്തിനപ്പുറത്തേക്ക് പോകാൻ നിയമത്തിലെ വകുപ്പുകൾ കമ്മീഷൻ അധികാരം നൽകുന്നുണ്ടോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സ്വാതന്ത്ര്യം 3ാം ഉപവകുപ്പ് നൽകുന്നുണ്ടെന്ന് ദ്വിവേദി അറിയിച്ചു. ജനപ്രാതിനിധ്യ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചാണോ കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിഷയമാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. വോട്ടർ പട്ടികയുടെ സ്ഥിരവും കൃത്യവുമായ ഇടവേളകൾ ഉള്ളതുമായ പരിഷ്കരണത്തിന് പുറമെ ഏതു സമയത്തും പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്താൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ 21ാം വകുപ്പിന്റെ 3ാം ഉപവകുപ്പ് തങ്ങൾക്ക് അധികാരം നൽകുന്നതായി കമ്മീഷൻ വാദിച്ചു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂടാൻ വഴിയൊരുക്കുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് കൂട്ടിയില്ല എങ്കിലും വർഷം തോറും നിരക്ക് സ്വമേധയാ കൂടുന്ന സംവിധാനം വേണമെന്നാണ് നിർദ്ദേശം. വൈദ്യുതി വാങ്ങുന്നതിൽ കമ്പനികൾക്കുണ്ടാകുന്ന ചെലവിലെ വർധന റെഗുലേറ്ററി കമ്മീഷനുകളുടെ തീരുമാനമില്ലാതെ തന്നെ ഈടാക്കണം. വൈദ്യുതി വിതരണ ലൈനുകളിലൂടെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് സ്വകാര്യ കമ്പനികളെയും അനുവദിക്കണം. നയത്തിന്റെ കരട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വിതരണ കമ്പനികൾക്ക് സമർപ്പിക്കുന്ന വാർഷിക ചെലവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനുകളാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നത്. എന്നാൽ കമ്മീഷനുകൾ നിശ്ചയിച്ചില്ല എങ്കിലും വർഷം തോറും നിരക്ക് കൂടുന്ന തരത്തിൽ ഇൻഡെക്സ് നിശ്ചയിക്കണമെന്നാണ് പുതിയ വൈദ്യുതി നയം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ കൂടി താല്പര്യം മനസ്സിലാക്കിയാണ് നിരക്കിന്റെ കാര്യത്തിൽ കമ്മീഷനുകൾ തീരുമാനമെടുക്കുന്നത്. ഇതിലാണ് മാറ്റം വരാൻ പോകുന്നത്. വൈദ്യുതി വാങ്ങൽ ചെലവ് കൂടുന്നതിനനുസരിച്ച് സർചാർജ് ചുമത്തുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളും കരട് നയം അംഗീകരിച്ചാൽ ഇല്ലാതാവും. നിരക്ക് കൂടുന്നതിൽ കമ്മീഷനുകളുടെ തീരുമാനം പലപ്പോഴും നീണ്ടുപോകുന്നത് വൈദ്യുതി വിതരണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിലാണ് പരിഷ്കരണ രീതിയിൽ നിർണായക മാറ്റത്തിന് കേന്ദ്രം ഒരുങ്ങുന്നത്. കേരളത്തിൽ ഇപ്പോൾ സൗജന്യ വൈദ്യുതി നൽകുന്നതിന് സർക്കാർ നൽകേണ്ട സബ്സിഡി വൈദ്യുതി ബോർഡും സർക്കാരുമായുള്ള മറ്റു ബാധ്യതകളിൽ തട്ടിക്കിഴിയുകയാണ്. ഈ രീതി അവസാനിപ്പിക്കാനും നയം നിർദ്ദേശിക്കുന്നു. മുൻകൂർ സബ്സിഡി നൽകിയാൽ മാത്രമേ സൗജന്യ വൈദ്യുതി അനുവദിക്കാവൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കളെ ഇത് കാര്യമായി ബാധിക്കും. ഈ വിഭാഗത്തിന് കൂടുതൽ നിരക്ക് ചുമത്തി മറ്റു വിഭാഗങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ക്രോസ് സബ്സിഡിയും ഒഴിവാക്കണം. 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കി ഡൽഹി ഹൈക്കോടതി. സിഖ് വിരുദ്ധ കലാപത്തിനിടെ തലസ്ഥാനത്തെ ജനക്പുരി, വികാസ്പുരി പ്രദേശങ്ങളിൽ അക്രമത്തിന് പ്രേരിപ്പിച്ച കേസിലാണ് മുൻ കോൺഗ്രസ് MPയെ കോടതി കുറ്റവിമുക്തനാക്കിയത്.
റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി ഡിംഗ് വിനയ് സിംഗ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 25-നാണ് വിചാരണ കോടതി സജ്ജൻ കുമാറിനെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചത്. 2015 ഫെബ്രുവരിയിൽ കലാപ കേസുകൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കുമാറിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ജനക്പുരിയിലും വികാസ്പുരിയിലും നടന്ന ആക്രമണങ്ങളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. 1984 നവംബർ 1-ന് സോഹൻ സിംഗ്, മരുമകൻ അവതാർ സിംഗ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ജനക്പുരിയിൽ FIR രജിസ്റ്റർ ചെയ്തു. 1984 നവംബർ 2-ന് ഒരു ജനക്കൂട്ടം ഗുർചരൺ സിംഗ് എന്നയാളെ തീകൊളുത്തിയ കേസിലാണ് രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം 2023 ഓഗസ്റ്റിൽ ഡൽഹി കോടതി 2 കേസുകളിലെയും കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ ഒഴിവാക്കിയപ്പോൾ കലാപമുണ്ടാക്കൽ, വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ എന്നീ കുറ്റങ്ങൾ കുമാറിനെതിരെ ചുമത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. വിശ്വാസിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്ന് ജാമ്യഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആരാഞ്ഞു. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. കഴിഞ്ഞ 77 ദിവസമായി വാസു ജയിലിലാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഷാജി പി ചാലി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 75 വയസ്സിലധികം പ്രായമായി. വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നുവെന്നും തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല എന്നും ഷാജി പി ചാലി ചൂണ്ടിക്കാട്ടി. അതിനാൽ ശബരിമലയിലെ സ്വർണം പൂശുമായി വാസുവിന് ബന്ധമില്ല എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അഭിഭാഷക ആൻ മാത്യുവും വാസുവിന് വേണ്ടി ഹാജരായിരുന്നു. വാസുവിന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ജാമ്യത്തിനായി അദ്ദേഹത്തിന് കീഴ്ക്കോടതികളെ സമീപിക്കാമെന്നും അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശി ഹാജരായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നാണ് ED പരിശോധിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ED ഉടൻ ചോദ്യം ചെയ്യും. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലും മുൻ മന്ത്രി പോറ്റിയുടെ വീട്ടിലടക്കം പോയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇവയിൽ ചില കാര്യങ്ങൾ കടകംപള്ളി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോപണങ്ങളിൽ ED അന്വേഷണം നടത്തുമെന്നാണ് ED സംഘത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. തന്നെക്കാൾ മുമ്പ് പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നത് ശബരിമലയിലെ തന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രിക്കുമാണെന്ന തരത്തിലായിരുന്നു A പത്മകുമാറിന്റെ മൊഴി. ഇതിന്റെ പശ്ചാത്തലവും ED പരിശോധിക്കും. പല ഉന്നതരുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും പലർക്കും ഉപഹാരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും പോറ്റി പറഞ്ഞിരുന്നു. ഒന്നാം പ്രതി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ED ആദ്യം വിശദമായി ചോദ്യം ചെയ്യുക. ശബരിമലയിൽ എത്തിയ ശേഷമാണ് പോറ്റി ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത്. ഇതിലേക്ക് പോറ്റിക്ക് വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധങ്ങളാണെന്ന നിഗമനത്തിലാണ് ED. ഇതിന് പ്രത്യുപകാരമായി പോറ്റി തിരിച്ചും ഇവർക്ക് സഹായങ്ങൾ ചെയ്തിരിക്കാമെന്നും ED സംശയിക്കുന്നു. പോറ്റിക്ക് ശബരിമലയിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകണമെന്ന് A പത്മകുമാർ അടക്കമുള്ളവർ നിർദ്ദേശിച്ചിരുന്നതായി ചില ദേവസ്വം ബോർഡ് ജീവനക്കാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന തിരഞ്ഞെടുപ്പ് പാരഡി ഗാനവും പ്രതിപക്ഷ MLA-മാർ സഭയിൽ പാടി. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണെന്ന് VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കുന്നതിനാണ് സമരം ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം തിണ്ണമിടുക്ക് കാണിക്കരുതെന്ന് പറഞ്ഞ് പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് രംഗത്തെത്തി. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് വിഷയം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കൊണ്ടുവരാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷം സഭയ്ക്ക് നിരക്കാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ അത്യപൂർവ്വം മാത്രമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളത്. അത് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് പ്രതിപക്ഷത്തിന്. ചർച്ച നടത്തിയപ്പോഴെല്ലാം ഈ സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട്. തിണ്ണമെടുക്കാണ് സഭയിൽ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് MP രാജേഷ് പറഞ്ഞു. സ്പീക്കറുടെ കാഴ്ച മറച്ച് പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ MLA-മാർ പ്രതിഷേധം നടത്തിയത്. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എങ്കിലും സ്വന്തം കുഞ്ഞിനെ അമ്മ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം തടവ് വിധിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. 2020 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഭർത്താവുമായി പിരിഞ്ഞു താമസിച്ചിരുന്ന ശരണ്യ ആൺസുഹൃത്ത് നിതിനൊപ്പം ജീവിക്കുന്നതിന് തടസ്സമാകുമെന്ന് കണ്ടാണ് 1.5 വയസ്സുള്ള മകൻ വിയാനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഞ്ഞിനെ അയാളുടെ അടുത്ത് കിടത്തി ഉറക്കിയ ശരണ്യ എല്ലാവരും ഉറങ്ങിയ ശേഷം കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊണ്ടുപോയാണ് കൊലപ്പെടുത്തിയത്. 2 തവണയാണ് ശരണ്യ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞത്. ആദ്യം കടലിലേക്ക് എറിഞ്ഞെങ്കിലും കുഞ്ഞു മരിച്ചില്ല. കരച്ചിലിന്റെ ശബ്ദം കേട്ടതോടെ വീണ്ടും എത്തി കുഞ്ഞിനെ എടുത്ത് കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കേസിൽ 2ാം പ്രതിയായ ശരണ്യയുടെ ആൺസുഹൃത്ത് നിതിനെ തെളിവുകളുടെ അഭാവം മൂലം കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചാർത്തിയിരുന്നു. എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരത്തിലെ ആദ്യ കളിയിൽ ശക്തരായ പഞ്ചാബിനെതിരെ കേരളത്തിന് തകർപ്പൻ ജയം. 3-1-നാണ് കേരളം വിജയിച്ചു കയറിയത്. കളിയുടെ ആദ്യ പകുതിയിൽ 1-0 പിന്നിൽ നിന്ന ശേഷം 2ാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചാണ് കേരളത്തിന്റെ കുതിപ്പ്.
ആദ്യ പകുതിയുടെ 27 മിനിറ്റിൽ പഞ്ചാബിന്റെ 21 നമ്പർ താരം ജതീന്ദർ സിംഗ് ആദ്യ ഗോൾ നേടി. പാസുകൾ നൽകുന്നതിലെ പിഴവുകളും ഒത്തിണക്കമില്ലായ്മയും ആദ്യ പകുതിയിൽ കേരളത്തിന് വിനയായി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കേരളം തിരിച്ചടിച്ചു. സന്ദീപ് എടുത്ത കോർണർ കിക്ക് കേരളത്തിന്റെ 99 നമ്പർ താരം എം മനോജ് തലകൊണ്ട് ഗോളിലേക്ക് തിരിച്ചുവിട്ടു. സമനില പിടിച്ചതോടെ കൂടുതൽ ഗോളുകൾക്കായി കേരളത്തിന്റെ മുന്നേറ്റ നിര പണി തുടങ്ങി. 2 മിനിറ്റുകൾക്ക് ശേഷം മുഹമ്മദ് സിനാൽ നീട്ടി നൽകിയ പന്ത് കേരളത്തിന്റെ മുന്നേറ്റ താരം മുഹമ്മദ് അഫ്സൽ വലയിലെത്തിച്ചു. 2-1 62 മിനിറ്റിൽ അഫ്സൽ വീണ്ടും ഗോൾ അടിച്ചു. സ്കോർ 3-1. പഞ്ചാബിന് രണ്ടാമതൊരു ഗോൾ കൂടി നേടാൻ സാധിക്കാതെ പോയതോടെ മത്സരം 3-1 അവസാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ 54,000-ലധികം വീടുകൾക്ക് ഈ മാസം HMRCയുടെ 100 പൗണ്ട് പിഴ നേരിടേണ്ടി വരും. പിഴ കൊടുക്കേണ്ടി വരിക റൂഫ് ടോപ്പ് സോളാർ പാനലുകളുള്ള വീടുകൾക്ക്. സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് നികുതി കുടിശ്ശികയില്ല എങ്കിലും പിഴ ബാധകമാകും. ഏകദേശം 9% പേർ റിട്ടേൺ വൈകിപ്പിക്കുന്നതിനാൽ പിഴയുടെ പരിധിയിൽ വരുമെന്നും സർക്കാർ. പണപ്പെരുപ്പത്തിൽ ഞെരുങ്ങി UK. 5 മാസത്തിനു ശേഷം ആദ്യമായി പണപ്പെരുപ്പം 3.4%-ലെത്തി. പണപ്പെരുപ്പ വർധനയ്ക്ക് കാരണമായത് ക്രിസ്മസ് കാലയളവിൽ എയർ ഫെയറുകൾ ഉയർന്നതും സിഗരറ്റിന് ചുമത്തിയ ഉയർന്ന നികുതികളും. വിലക്കയറ്റം വരും മാസങ്ങളിൽ കുറയുകയാണെങ്കിൽ ഏപ്രിലിൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ സാമ്പത്തിക വിദഗ്ധർ. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള കടുത്ത നിലപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ദിശാമാറ്റവുമായി ഡൊണാൾഡ് ട്രംപ്. ചുവടുമാറ്റം ദാവോസിൽ എത്തിയതോടെ 500% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ബലപ്രയോഗ സൂചനകളും പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിനെ പുനഃപരിശോധനയ്ക്ക് നിർബന്ധിതനാക്കിയത് ദാവോസിലെ തിരക്കിനിടയിൽ നടന്ന നയതന്ത്ര ചർച്ചകളെന്ന് സൂചന. ന്യൂയോർക്ക് സർക്കാർ അവതരിപ്പിച്ച $260 ബില്യൺ ബജറ്റിനെതിരെ മേയർ സോഹ്റാൻ മംദാനി. സമ്പന്നരിൽ നിന്നും വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും കൂടുതൽ നികുതി ഈടാക്കേണ്ട സമയമായെന്ന നിലപാടിൽ മേയർ. യൂണിവേഴ്സൽ പ്രീ-കെ വിദ്യാഭ്യാസ പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും നഗരത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്നും മംദാനി. പ്രതിസന്ധിക്ക് കാരണം മുൻ മേയർ എറിക് ആംഡംസിന്റെ സാമ്പത്തിക ദുർവ്യവസ്ഥയാണെന്നും മേയർ മംദാനി. വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സുപ്രീം കോടതി. ഒരധികാരവും സ്വതന്ത്രമല്ല എന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി പരിശോധിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചാണോ കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന വിഷയം. വൈദ്യുതി നിരക്ക് കുത്തനെ കൂടാൻ വഴിയൊരുക്കുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് കൂട്ടിയില്ല എങ്കിലും വർഷം തോറും നിരക്ക് സ്വമേധയാ കൂടുന്ന സംവിധാനം വേണമെന്നും നിർദ്ദേശം. വൈദ്യുതി വാങ്ങൽ ചെലവ് കൂടുന്നതിനനുസരിച്ച് സർചാർജ് ചുമത്തുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മേൽ പുതിയ നയം അമിതഭാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കേസിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. മന്ത്രി പോറ്റിയുടെ വീട്ടിൽ പോയതിനും തെളിവുകൾ. പോറ്റിക്ക് ശബരിമലയിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകണമെന്ന് പറഞ്ഞത് A പത്മകുമാർ എന്ന ദേവസ്വം ജീവനക്കാർ. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. മകൻ വിയാനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനെന്ന് ശരണ്യ. ആൺ സുഹൃത്ത് നിതിനെ തെളിവുകളുടെ അഭാവം മൂലം കോടതി വെറുതെ വിട്ടു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.